കഴിഞ്ഞ 1-2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും ദിയ കൃഷ്ണ വാസസ് പേളി മാണി കമ്പാരിസൺ ആണ് അല്ലെ? ഒരു മാറ്റവും ഇല്ല. കുറച്ച് ഓവർ ആയാലും എല്ലാവരും ശ്രദ്ധിക്കൂ. ദിയ കൃഷ്ണ അറിയാലോ, ഓൾറെഡി എയറിലാവാനുള്ള കാരണം എല്ലാവർക്കും അറിയാലോ. സ്വന്തം അമ്മായിമ്മയെ കുറിച്ച് പുള്ളിക്കാരി നടത്തിയ ചില പരാമർശങ്ങളാണ്. വഴി കൂടി പോകുന്നവരെയൊന്നും എനിക്ക് അമ്മന്ന് വിളിക്കാൻ പറ്റത്തില്ല, എന്നെ പെറ്റൊരാളെ മാത്രമേ എനിക്ക് അമ്മന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. എന്റെ അമ്മായിമ്മയെ പോലും എനിക്ക് അമ്മന്ന് വിളിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആരെങ്കിലും പെറ്റ് തള്ളയല്ലാതെ അമ്മയെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഭ്രാന്താണെന്നൊക്കെ പുള്ളിക്കാരി കുറച്ച് ദിവസം മുമ്പേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാടാ. അത് പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അങ്ങനെ ദിയ കൃഷ്ണ എയറിലായി പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പേളി മാണി പുതിയൊരു വീഡിയോ ആയിട്ട് രംഗപ്രവേശനം ചെയ്യുന്നത്. ഫ്രണ്ട്സ് ഇവളെയും കൊണ്ട് വീട്ടിൽ പോകുമ്പോൾ അന്ന് പുതിയതായിട്ടുള്ള അന്നാണ് ജോയിൻ ചെയ്തത്. അന്ന് തൊട്ട് ഇന്ന് വരെ അവൾക്ക് 2 വയസ്സ് കഴിഞ്ഞു. ഇന്ന് വരെ ഞങ്ങളുടെ കൂടെ നിന്ന ഒരു കുട്ടിയാണ്. ഇപ്പം ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഷീസ് എ ബേബി സിറ്റർ. നമ്മുടെ ഫാമിലിയിലെ ഒരു അംഗം പോലെയായി. എനിക്ക് ശരിക്കും ഒരു അനിയത്തി പോലെ ആണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. സ്വന്തം വീട്ടിൽ ജോലിക്ക് വന്ന ഒരാളെ അനിയത്തിയെ പോലെയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു മനസ്സ് തന്നെ വേണം അല്ലേ? എല്ലാവർക്കും അങ്ങനെ പറ്റത്തൊന്നുമില്ല. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്, മുതലാളി ഒരു ചെത്തിയിട. എന്തായാലും പേളിമാണിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ച് പലരും ദിയ കൃഷ്ണയെ കമ്പയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് വെച്ച് പലരും പറയുന്നത് എന്താണ്, ദിയ കൃഷ്ണക്ക് സ്വന്തം അമ്മായിമ്മയെ പോലും അമ്മയെ കാണാൻ പറ്റത്തില്ല. കൗതുക ലേശം കൂടുതലാണ്. അവരെ പോലും വഴി കൂടെ പോകുന്ന ഒരാളായിട്ടാണ് ദിയ കൃഷ്ണ കാണുന്നത്. പക്ഷെ പേളിമാണിയെ സംബന്ധിച്ചിടത്തോളം കണ്ടില്ലേ, സ്വന്തം വീട്ടിൽ ജോലിക്ക് വന്ന സ്ത്രീയെ പോലും പുള്ളിക്കാരി സഹോദരിയായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇവൻ ഒരുത്തരാണ് ഇതിനൊക്കെ കാരണം. നല്ല മല. എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് രഞ്ജിയുടെ മാലയാ. പേളിമാണിയുടെ വീഡിയോക്ക് താഴെ പോലും ദിയ കൃഷ്ണയും ഈ പറയുന്ന പേളിമാണിയും കമ്പയർ ചെയ്തുകൊണ്ടുള്ള ചില കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 1-2 കമന്റുകൾക്ക് പേളിമാണി ലൈക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കമന്റ് ഞാൻ വായിച്ചുതരാം. ഇതാണ് വളർത്തു ഗുണം. അല്ലാതെ സ്നേഹമുള്ള അമ്മായിമ്മയെ പോലും വഴിയെ പോകുന്നവരെ ഒന്നും അമ്മ എന്നും വിളിക്കില്ല എന്ന് പറഞ്ഞ് ടീംസിനെ പോലെയല്ല പേളി ചേച്ചി. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. ശ്രീനിയേട്ടൻ അമ്മയെയും അവരുടെ റിലേറ്റീവ്സിനെയും ഒക്കെ എന്തൊരു കരുതലോടെയാണ് സ്നേഹത്തോടെയാണ് ചേച്ചി ട്രീറ്റ് ചെയ്യുന്നത്. അവരുമായിട്ടുള്ള എല്ലാ വ്ളോഗിലും അത് കാണാൻ പറ്റുന്നുണ്ട്. നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്രമൊഴിക്കുന്ന കക്ഷിയാ. യു ആർ ഗ്രേറ്റ്. ആരും അല്ലാതിരുന്നിട്ട് കൂടി മറ്റുള്ളവരെ സ്നേഹിക്കാനും മനസ്സിലാക്കാനുമുള്ള മനസ്സുണ്ടല്ലോ, ഇനിയും ഉയരങ്ങളിലെത്തും. ഇതാണ് കമന്റ്. ഈ കമന്റിന് പേളിമാണ് ഹേർട്ടും കൊടുത്തിട്ടുണ്ട്. ഹേർട്ട് കൊടുക്കുക മീൻ ഈ കമന്റിന് അഗ്രി ചെയ്യുക എന്നുള്ളതാണല്ലോ. ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്തായിരുന്നു വിഷയം? തട്ടുകടയിലെ പ്രണയലീല. ഓ ഗുഡ്.